മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-1 ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. ഞായറാഴ്ച നടന്ന കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടാണ് മത്സരം. 2-1 സ്കോറിനെ തോൽപ്പിച്ചു. അപ്പോൾ ഈ സീസണിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എവേ വിന്നും കരസ്ഥമാക്കാൻ പറ്റി, ഹോം വിന്നും കരസ്ഥമാക്കാൻ പറ്റി. മുമ്പ് ഈ സീസണിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടന്ന ഈ എവേ മത്സരം ക്രിസ്റ്റൽ പാലസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയി നടന്ന മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഹോം ഗ്രൗണ്ടിലും ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. യുണൈറ്റഡിന് വേണ്ടിയിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി ഗോളിലൂടെ ഒരു ഗോൾ നേടി. അതിന് മുമ്പ് കളി തുടങ്ങി 4 മിനിറ്റിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് യുണൈറ്റഡിനെ ഞെട്ടിച്ചു. യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 4 മിനിറ്റിൽ തന്നെ നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ലീഡ് എടുത്തു ലാക്രോയിസ്. അതിന് മറുപടിയായി ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 1-0 ക്രിസ്റ്റൽ പാലസ് മുന്നിൽ. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ് 2 വിജയ ഗോളും വന്നത്. മാഞ്ചസ്റ്ററിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റിയിൽ ഒരു ഗോൾ നേടുന്നു. 4 മിനിറ്റിൽ അങ്ങോട്ട് സെസ്കോ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രക്ഷകനായിട്ട് വന്നു. ഈ സെസ്കോ ഇപ്പോൾ എത്ര കളികളിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ജയിപ്പിക്കണത്? കഴിഞ്ഞ കളിയിൽ ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെതിരെ ജയിപ്പിച്ചിരുന്നു നമ്പർ 1. അപ്പോൾ ഓക്കെ, കളിക്ക് വരാം, നോക്കാം. അപ്പോൾ അങ്ങനെ സെസ്കോ വിജയ ഗോൾ നേടി. അങ്ങനെ 2-1 സ്കോറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിന്റ് ടേബിൾ വരികയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആസ്റ്റൺ വില്ലയ്ക്കും ഒരേ പോയിന്റാണ്, 51. ഒരേ പോയിന്റാണ് 3-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 4-ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്കും ഒരേ പോയിന്റാണ്, 51. പക്ഷേ ഗോൾ ഡിഫറൻസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയൊക്കെ മുന്നിൽ കടന്നു. കാരണം ആസ്റ്റൺ വില്ലയുടെ കുറച്ച് പെർഫോമൻസ് നോക്കുമ്പോൾ വളരെ വീക്കാണ്. അവരുടെ തോൽക്കുന്നു, സമനില തോൽക്കുന്നു, അങ്ങനത്തെ അവസ്ഥകളാണ് അവർക്ക്. അത് കാരണം അവർക്ക് പോയിന്റ് ടേബിൾ മുന്നിലേക്ക് കയറാൻ കഴിയുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം കൃത്യമായി ജയിച്ച് പോയി. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്തുള്ള നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 59 പോയിൻ്റാണ്, 8 പോയിന്റ് വ്യത്യാസം. 1-ാം സ്ഥാനത്തുള്ള ആഴ്സണൽ 64 പോയിന്റ്. പക്ഷേ ആഴ്സണലിന് ഒരു കളി അഡ്വാൻറ്റേജ് ഉണ്ട്. ആഴ്സണൽ 29 കളി കളിച്ചിട്ടുണ്ട്. യുണൈറ്റഡും സിറ്റിയൊക്കെ 28 കളി കളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതേപോലെ മുന്നോട്ട് പോയിട്ട് 2026 പ്രീമിയർ ലീഗിൽ ആ കൂടി ഒറ്റ ടീമേ തോൽക്കാത്തുള്ളൂ, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. കളിച്ച എല്ലാ കളികളിലും ഒരു കളി ഒഴിച്ച് ബാക്കി എല്ലാ കളി ജയിച്ചിട്ടുണ്ട്. ഒരു കളി മാത്രം സമനില വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെസ്കോയുടെ കാര്യം പറയാം. ബെഞ്ചമിൻ സെസ്കോ ഇപ്പോൾ മികച്ച ഒരു സ്ട്രൈക്കറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ വിജയിപ്പിക്കേണ്ട സമയത്ത് ഗോൾ അടിക്കുന്നൊരു മെഷീനായിട്ട് സെസ്കോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ 2-ാം ഗോൾ അടിച്ച ടീമിനെ വിജയിപ്പിച്ചിട്ട് സെസ്കോ ആണ്. അതിന് മുമ്പുള്ള മത്സരത്തിൽ വിജയ ഗോൾ അടിച്ച് സെസ്കോ ആണ് ജയിപ്പിച്ചത്. 1-0 നമ്മുടെ എനിക്ക് തോന്നുന്നു എവർട്ടനായിട്ടുള്ള മത്സരത്തിൽ സെസ്കോ ആണ് ഗോൾ ജയിപ്പിച്ചത്. എംബോമയുടെ പാസിൽ കുഞ്ഞിയുടെ ഒരു വലിയ ലോങ് അടിച്ചത് എംബോമയ്ക്ക് എത്തുന്നു. എംബോമ പാസ് കൊടുക്കുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു, സെസ്കോ ഗോൾ അടിക്കുന്നു. അതിന് മുമ്പുള്ള കളിയിൽ സമനില നേടിയത് ആ ഗോള് സെസ്കോയുടെ വകയാണ് വന്നത്. അതിന് മുമ്പ് പറഞ്ഞ കളിയിൽ ഫുൾഹാമിനെതിരെ ഓൾഡ് ട്രാഫോർഡിലെ വിന്നിംഗ് ഗോൾ നേടിയത്, ഇഞ്ചുറി ടൈമിൽ വിന്നിംഗ് ഗോൾ നേടിയത് സെസ്കോ. അങ്ങനെ സെസ്കോയുടെ കാലിബറിന് കൂടി വരികയാണ്. എനിവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെസ്കോയ്ക്ക് വേണ്ടി കളിക്കുന്ന എല്ലാവരും മികച്ച കളി കളിക്കുന്നു. സെസ്കോ, എംബോമോ, കുന്യ, ലാമൻസ് എല്ലാവരും അവരുടേതായ റോൾ ഭംഗിയാക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് പെനാൽറ്റി ഗോളിന് വഴിയൊരുക്കിയത് കുന്യനെ ബോക്സിൽ വീഴ്ത്തിയ കാരണം കൊണ്ടാണ്. ഗോൾ അടിച്ച ചങ്ങായി തന്നെയാണ് കുന്യനെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയത്. അതിനെ വാറ് പോയിട്ട് റഫറി റെഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ 10 പേരായിട്ട് ചുരുങ്ങുന്നു ക്രിസ്റ്റൽ പാലസ്. അങ്ങനെ കുഞ്ഞിനെ വീഴ്ത്തിയ അതിൽ കിട്ടിയ പെനാൽറ്റി ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ അടിക്കുന്നു. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞ കളി ക്രിസ്റ്റൽ പാലസിനെതിരെ ഒരു ഗോൾ അടിച്ചു. പിന്നെ സെസ്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള അമേസിങ് അസിസ്റ്റ്, ബോക്സിന് പുറത്തുനിന്ന് ഒരു ഫ്ലൈയിങ് ബോൾ ബ്രൂണോ ഫെർണാണ്ടസ് കൊടുക്കുന്നു. അതിൽ സെസ്കോ കടവയ്ക്കുന്നു, ഗോൾ അടിക്കുന്നു. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു അവിഭാജ്യ ഘടകമാണ് ഗോൾ അടിക്കുന്നതിലും ഗോൾ അടിപ്പിക്കുന്നതിലും. പെനാൽറ്റി ഗോൾ എന്തെങ്കിലും നേടി ഒരു സെസ്കോയുടെ ഗോളിന് അസിസ്റ്റ്. അപ്പോൾ ഇമാതിരി പെർഫോമൻസൊക്കെയാണ് ബ്രൂണോ ഒഴിവാക്കാൻ പറ്റാത്തൊരു കളിക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ മികച്ച പെർഫോമൻസാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്നും കളിക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളത്. ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രീമിയർ ലീഗിൽ 2026 തുടങ്ങിയ ശേഷം ഒരൊറ്റ കളി പോലും യുണൈറ്റഡ് തോറ്റിട്ടില്ല. ഒരു കളി സമനിലയുണ്ട്, ബാക്കി എല്ലാ കളി ജയിച്ചിട്ടുണ്ട്. മൈക്കൽ കാരിക്കിൻ്റെ ടീമിൽ മൈക്കൽ കാരിക്കിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും കൈവരിക്കാൻ പറ്റാത്തൊരു നേട്ടമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 ഒരൊറ്റ മത്സരം തോറ്റിട്ടില്ല. ഈവൻ ലീഗ് ടോപ്പറായ ആർട്ടേറ്റയുടെ ആസനടക്കം ഒരു തോറ്റിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര വിശേഷങ്ങളുള്ളൂ. ഇനിയും കൂടി 2-ാം സ്ഥാനം 1-ാം സ്ഥാനം കിട്ടട്ടെ എന്നൊരു ആഗ്രഹം, പക്ഷെ അറിയില്ല. എനിവേ ഇന്നലെ സൺഡേ
രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു ക്രിസ്റ്റൽ പാലസിനെതിരെ, പിന്നെ ഇന്ത്യ സെമിഫൈനലിലേക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2020 വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിലേക്ക് കടന്നു. സഞ്ജു സാംസന്റെ ഒരു മാരകമായ പ്രകടനം. അത് കാരണം കൊണ്ട് ഈ 2 റീസൺ കൊണ്ട് സൺഡേ ബ്ലോക്ക് ബസ്റ്റർ സൺഡേ ആയി.